ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് വരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ബീഫ് വരട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ട് ഇപ്പോൾ വേവിക്കുന്നില്ല, അതൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചെടുത്തതാട്ടോ, പേസ്റ്റ് ആക്കി എടുത്തിട്ടില്ല, ചതച്ചെടുത്തിട്ടുള്ളൂ. അതൊരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്, രണ്ടും കൂടെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ ചേർക്കുന്നത്, എന്നാലേ ബീഫിലേക്കൊക്കെ ശരിക്കും പിടിക്കുകയുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് മഞ്ഞൾപ്പൊടി അധികവും ഞാൻ ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫിലേക്ക് നമുക്കറിയാമല്ലോ ഏകദേശം എത്രത്തോളം വേണ്ടി വരുമെന്ന്. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ, അതിൽ കൂടുതലൊന്നും വേണ്ട. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ബീഫ് വേവിക്കുമ്പോൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും, വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും, നമുക്കിതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാട്ടോ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 8 വിസിൽ വരുന്ന വരെയാണ് അത് വേവിച്ചെടുത്തിട്ടുള്ളത്. ബീഫിനനുസരിച്ച് മാറ്റം വരും. ഇത് കണ്ടോ നന്നായിട്ട് തന്നെ കുക്കായി വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ ഈ ബീഫിൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു പാനൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. വെളിച്ചെണ്ണയിൽ എണ്ണ തയ്യാറാക്കാൻ ശ്രദ്ധിക്കട്ടെ, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ചെറിയൊരു പീസ് പട്ട, 2 ഏലക്ക, 2-3 ഗ്രാമ്പു അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ബീഫിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ ഒരു ചെറിയുള്ളിയാണ്. അപ്പോൾ അതൊരു 20 ചെറിയുള്ളി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയുള്ളി കുറവാണ് എന്നുണ്ടെങ്കിൽ പകുതി ചെറിയുള്ളിയും പകുതി സവാളയും ചേർത്തെടുത്താലും മതി കേട്ടോ. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി മാത്രം വേണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി മാത്രം ചേർക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണ് സാധാരണ മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അങ്ങനെയാട്ടോ ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ഈ ഒരു സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കൂടെ മതി. പിന്നെ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെയൊക്കെ ഒരു മസാലയുടെയൊക്കെ പച്ചമണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്താണ്. ഇത് ഞാൻ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് തേങ്ങാക്കൊത്ത് അത് നീളത്തിൽ അരിഞ്ഞെടുക്കാട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുക്കായി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. തേങ്ങാക്കൊത്ത് ഒരുപാട് ചെറുതായിട്ട് പായസത്തേക്കൊക്കെ അരിയുന്ന പോലെ അങ്ങനെ അരിയരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നീളത്തിൽ തന്നെ അരിയാൻ ശ്രദ്ധിക്കുക, അതുപോലെ തിന്നായിട്ട് അരിയാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ആ സ്റ്റോക്കോട് കൂടെ തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നാലേ നമുക്ക് നല്ല ഒരു മസാലയും ഈ ബീഫും എല്ലാം കമ്പൈനായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ വെള്ളം കുറച്ച് വേണമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്ന് അത് നന്നായിട്ട് കമ്പൈനായിട്ട് വറ്റി വരണം. ഈ തക്കാളിയൊക്കെ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ അത് കുക്കായി വരും. അതുകൊണ്ടാണ് ഞാൻ വഴറ്റുന്ന സമയത്ത് നന്നായിട്ട് വേവിച്ചെടുക്കൊന്നും വേണ്ടാന്ന് പറയാൻ കാരണം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം വറ്റി വന്നിട്ട് നമുക്ക് കുറച്ച് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ സാധാരണ ചോറിൻ്റെ കൂടെ മോരുകറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്കുള്ള കോമ്പിനേഷനായിട്ടാട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോരുകറി
കറിയും ഒക്കെ കുറച്ചൊരു ഗ്രേവി പോലെയല്ല നമുക്ക് വേണ്ടത്, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഫ്ലേവറിന് വേണ്ടി മാത്രം ലാസ്റ്റ് സ്റ്റേജിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊക്കെ ചേർത്തിട്ട് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ബീഫ് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ FBയിലാണ് കാണണമെങ്കിൽ പേജ് ഫോളോ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പേജ് ഫോളോ ചെയ്താലേ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.